നിവേദനങ്ങൾ കൊടുക്കുകയായിരുന്നു. ഈ കുഴൽമന്നത്ത് നിൽക്കുമ്പോൾ പറയാം, പാലക്കാട്ടെ സാധാരണ കർഷകൻ ഇപ്പൊ ഇതാ 46 ദിവസമായിട്ടും ഈ സംഭരണം തുടങ്ങാൻ കഴിയാത്തതിന്റെ വേദന അത് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ അവർ പറയുകയായിരുന്നു. പാലക്കാട്ടെ കർഷകർ, പാലക്കാട്ടെ വ്യാപാരികൾ, പാലക്കാട്ടെ കച്ചവടക്കാർ, പാലക്കാട്ടെ വിദ്യാർത്ഥികൾ, പാലക്കാട്ടെ സംരംഭകർ, പാലക്കാട്ടെ ബസ് ഓപ്പറേറ്റേഴ്സ്, പാലക്കാട്ടെ യാത്രക്കാർ, പാലക്കാട്ട് വന്യമൃഗശല്യം നേരിടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, 41ഓളം ആളുകൾ അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞു. നൂറുകണക്കിന് നിവേദനങ്ങൾ ആ വേദിയിൽ വെച്ച് കൈമാറി. ഒരു കാര്യം നിങ്ങൾ അറിയുക, ഈ യാത്ര നാളെ കേരളം എന്താവണമെന്ന് തീരുമാനിക്കുന്ന യാത്രയാണ് എന്നുള്ളത് ഈ യാത്രയെ ശ്രദ്ധിക്കുന്ന ആളുകൾ, കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം. മറ്റൊരു യാത്ര നടക്കുന്നുണ്ട്. ആ യാത്രയിൽ നിങ്ങൾ കണ്ടതാണ്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഇനി മൊയ്തീൻക ആ ചെറിയ സ്പാനർ എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് ബാലുശ്ശേരി ഇൻസിഡന്റിന് ശേഷം ആളുകൾക്ക് മനസ്സിലായി. ആ പാവം മനുഷ്യൻ പറയാണ്, അത് അവിടെ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു, തിരിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ട് യാത്രയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്നൊരു വിദ്വേഷ ജാഥയാണെങ്കിൽ മറ്റൊന്ന് കേരളത്തിന് പുതുയുഗം സമ്മാനിക്കുന്ന യാത്രയാണ്. കേരളം എന്തായിരിക്കണമെന്ന് സമ്മാനിക്കുന്ന യാത്രയാണ്. അദ്ദേഹം നിങ്ങളോട് പറയും, പാലക്കാട്ടെ കർഷകൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രഖ്യാപനങ്ങൾ ജാഥ നായകന്റേത് ഈ വേദിയിൽ നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ രണ്ട് യുവ പോരാളികൾ, ഈ പ്രസ്ഥാനത്തിനെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചവർ, രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷികളാവേണ്ടി വന്നവർ, പ്രിയപ്പെട്ട ശരത് ലാലും കൃപേഷും അവരുടെ രക്തസാക്ഷിത്വത്തിന്റെ ആണ്ടാണിൽ അവരുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയാണ് വരുന്നത്. നിങ്ങൾ അറിയണം, ഈ ഗവൺമെന്റ് കർഷകന്റെ നെല്ല് സംഭരിക്കാൻ പണമില്ലാത്ത ഗവൺമെന്റ് ആണ്. ശരത്തിനെയും കൃപേഷിനെയും കൊന്നു തള്ളിയ ആ കൊടും ക്രിമിനലുകളുടെ കേസ് വാദിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് വക്കീൽമാർക്ക് കോടികൾ എണ്ണിക്കൊടുത്തത്. ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി ആ ക്രിമിനലുകളുടെ പാർട്ടിയായി മാറി. ആ പാർട്ടി നിങ്ങൾക്കറിയാം, അയ്യന്റെ സ്വത്ത് കവർന്ന പത്മകുമാർമാരുടെ പാർട്ടിയായി മാറി. ആ പാർട്ടിയോട് സത്യം തുറന്നു പറയുന്ന കുഞ്ഞികൃഷ്ണന്മാർ പുറത്തുമായി. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർ, ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ CPM-ന്റെ നേതാക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഭാവി കേരളം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കും എന്ന് ഈ ജാഥയിൽ ഉടനീളം പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ, ഈ യാത്രയെ ആർദ്രമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.